എനിക്ക് തോന്നുന്നു എനിക്ക് എക്സാമിനോടായിരുന്നു കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നത്. ഇത് എന്ത് എക്സാമാണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്ത പ്രിപ്പറേഷനാണ്. കുറച്ച് ടൈം മാത്രമേ എനിക്ക് പ്രിപ്പറേഷന് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചെയ്താൽ കിട്ടില്ല എന്ന് എൻ്റെ ഒരു അറ്റംപ്റ്റ് എന്ന് മനസ്സിലായതിൻ്റെ ശേഷമാണ് ഞാൻ ക്വിറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നത്. സർ, പ്രിലിംസ് കില്ലറിൽ പ്രൈമറിലി ശരത് സാർ ലീഡ് ചെയ്യുന്ന UPSC ക്ലാസിക്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം, PYQs അനലൈസ് ചെയ്യുന്ന പ്രോഗ്രാം, അത് ഡെഫിനറ്റ്ലി ഞാൻ എല്ലാ പ്രിലിംസിൻ്റെ മുന്നേയും കണ്ടിട്ടുണ്ട്. ക്ലിയർ ചെയ്യാത്ത 2022 പ്രിലിംസിനൊഴികെ ബാക്കി ക്ലിയർ ചെയ്ത എല്ലാ സമയത്തും അത് ഞാൻ കണ്ടിട്ടുണ്ട്. മോസ്റ്റ് എഫക്റ്റീവ് എനിക്ക് തോന്നിയത് എല്ലാത്തിനും പോസിറ്റീവ് അപ്രോച്ച് ചെയ്യുന്ന നോക്കുക എന്നുള്ളതാണ്. അതായത് UPSC ഒരു ആൻസറിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സെൻറ്റൻസിനെ അവർ നെഗറ്റീവ് ആക്കുന്നത്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ നമ്മൾക്ക് കുറച്ചൊരു കാര്യങ്ങൾ മനസ്സിലാവും. എനിക്ക് ആക്ച്വലി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു ഇമേജ് എടുത്തിട്ട് ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഞാൻ കണ്ടിന്യൂസ്ലി ആഡ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഞാൻ എനി ടൈം ഇഫ് ഐ സെർച്ച് അബൌട്ട് മലേറിയയെക്കുറിച്ച് എപ്പോഴെങ്കിലും എനിക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോട്ട് ചെയ്യണം എന്നുള്ളതെല്ലാം എൻ്റെ ആ ടെലിഗ്രാം ചാനലിൽ കാണുമായിരുന്നു. ആർക്കിമിഡീസിൻ്റെ യുറേക്ക സ്റ്റോറി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു സ്റ്റോറിയാണ്. പക്ഷെ അതിന് ഒരു യുണീക്ക് വേയിൽ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ എഴുതി വെക്കുന്നു, ഒരു 1 ലൈൻ സെൻറ്റൻസ് ആയിട്ട്. അതുപോലെ വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ സ്റ്റാറി നൈറ്റ് എന്ന് പറഞ്ഞ പെയിൻറ്റിങ്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതിന് എനിക്ക് എന്താ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയെന്നുള്ളത് ഞാൻ എഴുതി വെക്കുമായിരുന്നു. പിന്നെ അമ്മ, നിനക്കത് ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യണം എന്നുള്ളൊരു സപ്പോർട്ടാണ് എനിക്ക് വീട്ടിൽ നിന്നുള്ളത്. ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം തന്നെയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ന് എൻ്റെ കൂടെ ലീഡ് IASൻ്റെ സക്സസ് പോഡിയത്തിലുള്ളത് 297 റാങ്ക് കരസ്ഥമാക്കിയ ലക്ഷ്മിപ്രിയയാണ്. ലക്ഷ്മിപ്രിയ നമ്മുടെ ലീഡ് IASൽ പ്രിലിംസ് കില്ലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂ ബൂട്ട് ക്യാമ്പിൻ്റെയും സ്റ്റുഡൻ്റ് ആയിരുന്നു. ലക്ഷ്മിപ്രിയ, ഈ വലിയൊരു വിജയത്തിൽ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നു ലക്ഷ്മിപ്രിയയുടെ ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടും UPSC ജേർണിയും എനിക്ക് തോന്നുന്നു 5ാമത്തെ അറ്റംപ്റ്റിലാണ് സിവിൽ സർവീസ് കരസ്ഥമാക്കുന്നത്. ജേർണിയെക്കുറിച്ചൊന്ന് പറയാം. സർ, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് BTech കഴിഞ്ഞിട്ട് ഒരു 3 years വർക്ക് ചെയ്തിരുന്നു ഡേറ്റാ സയൻറ്റിസ്റ്റായിട്ട്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ഡ്രീമായിട്ട് തോന്നുന്നത്, എന്തെങ്കിലും ചെയ്യണം, എക്സ്ട്രാ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടും. അങ്ങനെ ഒരു 1 അറ്റംപ്റ്റ് ഞാൻ ജോബിലിരിക്കെ കൊടുത്തു. പക്ഷെ അന്ന് പ്രിലിംസ് കട്ട് ഓഫിൽ നിന്ന് തന്നെ ഒരുപാട് ദൂരമായിരുന്നു എൻ്റെ പ്രിലിംസിൻ്റെ സ്കോറ്. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് അറ്റംപ്റ്റ് കോവിഡ് ഇയർ ആയതുകൊണ്ട് 2021 പ്രിലിംസ് തന്നെ കുറച്ചൊരു ടൈം കഴിഞ്ഞിട്ട് വരുന്നു, ഒക്ടോബറിലായിരുന്നു. അപ്പോൾ ഐ ഡിസൈഡഡ് ടു ക്വിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ആ പ്രിലിംസ് ചെയ്യുന്നത്. ആ പ്രിലിംസ് ക്ലിയർ ചെയ്തു. പക്ഷേ അത്തവണ മെയിൻസിന് പ്രിപ്പയർഡേ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒബ്വിയസ്ലി മെയിൻസ് എനിക്ക് പോയി. നെക്സ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് പ്രിലിംസ് കിട്ടിയില്ല. പക്ഷേ ആ ഇയർ ആയിരുന്നു എനിക്ക് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഇയർ. കാരണം ആ പ്രിലിംസിൻ്റെയും 2023 പ്രിലിംസിൻ്റെ ഇടയിലുള്ള 1 year ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസർ റൈറ്റിംഗ് തറോലി പ്രാക്ടീസ് ചെയ്തു. കുറച്ച് ഓപ്ഷണലിനും ഫോക്കസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2023 അറ്റംപ്റ്റിൽ പ്രിലിംസ് ക്ലിയർ ചെയ്തു, മെയിൻസ് ക്ലിയർ ചെയ്തു. പക്ഷേ ഇൻ്റർവ്യൂ കട്ട് ഓഫ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഓപ്ഷണലിനും കുറച്ച് സ്കോറ് കുറവായിരുന്നു. ഈ അറ്റംപ്റ്റിൽ അതെൻ്റെ 5th അറ്റംപ്റ്റാണ്. ഇപ്പം പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ക്ലിയർ ചെയ്തു സർ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അതെ സർ. അപ്പോൾ എന്തായിരുന്നു അതിനൊരു മോട്ടിവേഷൻ? ആക്ച്വലി പെട്ടെന്ന് തോന്നിയൊരു കാര്യമാണോ, അതോ നേരത്തെ ഒരു കുട്ടിക്കാലത്ത് തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഫാസിനേഷൻ ഇതിനോടുണ്ടായിരുന്നോ? ചെറുതാകുമ്പോൾ ഒരു ഫാസിനേഷൻ ഉണ്ടായിരുന്നു. അത് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നു. കാരണം ഞാൻ ഒരുപാട് ചെറുതാകുമ്പോൾ IFS ഒരു പ്രിഫറൻസ് പറഞ്ഞിരുന്നു. പക്ഷെ അതല്ലാതെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. സാർ എന്നോട് പറയുന്നു, ലക്ഷ്മി നീ എഴുതി നോക്കണം ഈ എക്സാം. അന്ന് ഞാനത് തമാശയായിട്ടേ പക്ഷേ കണ്ടുള്ളൂ. ജോബിലിരിക്കുമ്പം എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഒരുപാട് പേര് IIT മദ്രാസിനാണ് സാർ ഞാൻ പാസ് ഔട്ട് ചെയ്തത്. അപ്പം ഒരുപാട് ഫ്രണ്ട്സ് അതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പിയർ ഗ്രൂപ്പ് നമ്മളെല്ലാവരും കുറേശ്ശെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിരുന്നു ജോബിൽ ഇരിക്കുന്ന സമയത്ത്. ഓൾമോസ്റ്റ് 3rd year ഓഫ് ജോബിലായപ്പോഴും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് എക്സാമിനോടായിരുന്നു കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നത്. ഇത് എന്ത് എക്സാമാണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്ത പ്രിപ്പറേഷനാണ്. പിന്നെയാണ് അത് ഓരോ സൈക്കിൾ കൂടുമ്പോഴാണ് ഇതിൻ്റെ ഒരു എക്സാമിനെയും അത് കൂടാതെയുള്ള സർവീസിനെയും ഒക്കെ ഒരുപാട് ഒരു പാഷനായിട്ട് മാറിയത് തോന്നുന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് നാൾ വർക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്യാന്നുള്ളൊരു ഐഡിയ ആയിരുന്നു എനിക്ക് തോന്നുന്നു ലക്ഷ്മിപ്രിയക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു 2021 ലക്ഷ്മിപ്രിയ അച്ഛനും കൂടെ വരുമ്പോഴും ഇവിടെ ലീഡിൽ ആദ്യം വരുമ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു വർക്കിംഗ് ആസ്പിരൻറ്റ് എന്നുള്ള രീതിയിൽ നടക്കുന്നില്ല എന്ന് തോന്നിയപ്പോഴാണോ ജോലി ക്വിറ്റ് ചെയ്യാമെന്ന് കരുതിയത്? സാർ, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കോവിഡൊക്കെ കാരണം വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ഉണ്ടായിരുന്ന ഒരു ടൈമായിരുന്നു. അപ്പം എനിക്ക് തോന്നി ജോബിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് ട്രൈ ചെയ്യാം. പക്ഷേ എൻ്റെ ജോബിൻ്റെ ഡിമാൻഡ് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു പീരീഡും ഫുൾ
കൂടുതൽ കോൺസെൻട്രേഷൻ ജോബിലോട്ടായിരുന്നു. കുറച്ച് ടൈം മാത്രമേ എനിക്ക് പ്രിപ്പറേഷന് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചെയ്താൽ കിട്ടില്ല എന്ന് എൻ്റെ ഒരു അറ്റംപ്റ്റ് എന്ന് മനസ്സിലായതിൻ്റെ ശേഷമാണ് ഞാൻ ക്വിറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് സാറിനോട് ചോദിച്ചപ്പോഴും അന്ന് സാറ് സജസ്റ്റ് ചെയ്തായിരുന്നു ലൈക്ക് എനിക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു 1-2 അറ്റംപ്റ്റ് ഇങ്ങനെ കൊടുത്ത് നോക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെ ആ ഒരു കോൺഫിഡൻസിൽ ക്വിറ്റ് ചെയ്തതാണ് സാർ. ഓക്കെ. അപ്പോൾ ഈ പ്രിപ്പറേഷന് നമ്മൾ തുടങ്ങാം, ഇപ്പം ടീച്ചറൊക്കെ പറഞ്ഞു നമുക്ക് എന്തായാലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഈ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ചെയ്ത ഒരു കാര്യം എന്താ? നമ്മൾ ഇത് എങ്ങനെ നമുക്ക് തുടങ്ങണം? ഇതിൻ്റെ സിലബസ് എടുത്ത് വായിച്ച് നോക്കിയോ, അല്ലെങ്കിൽ ഡിഡ് യു റീച്ച് ഔട്ട് ടു എനിവൺ ഹു ഹാഡ് റോട്ട് ദിസ് എക്സാം ബിഫോർ? എന്തായിരുന്നു ഒരാൾക്ക് ഒരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ആദ്യം എന്താ ഈ സിവിൽ സർവീസ് എക്സാമിന് ചെയ്യേണ്ടതെന്ന് തോന്നുന്നത്? സാറ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ കുറേ ടോപ്പേഴ്സ് വീഡിയോസ് കാണുക ചെയ്തത്. അപ്പം അതിൽ ടോപ്പേഴ്സ് എന്താണ് പറഞ്ഞത് അത് എമുലേറ്റ് ചെയ്യാനാണ് ഇനീഷ്യലി നോക്കിയിരുന്നത്. പിന്നെ അതുകൂടാതെ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെ എനിക്ക് പരിചയമുള്ള 1-2 പേര് അവരുടെ ഇനീഷ്യൽ അറ്റംപ്റ്റ്സിൽ തന്നെ ഇൻ്റർവ്യൂ വരെയൊക്കെ പോയിരുന്നു. അവരെ കോൺടാക്ട് ചെയ്തു. അതല്ലാതെ എനിക്കങ്ങനെ നേരിട്ട് സിവിൽ സർവൻസിനൊന്നും പരിചയം ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കാൻ. അപ്പോൾ അവർ പറഞ്ഞ സ്ഥിതിക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ്, സ്പെക്ട്രം, ലക്ഷ്മികാന്ത് പോലെയുള്ളതൊക്കെ വാങ്ങി വായിച്ച് തുടങ്ങുക സാർ ചെയ്തത്. പിന്നെ എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു കുറേ കാലം അല്ലേ? പിന്നെ നമ്മൾ ടെസ്റ്റ് സീരീസിലായിരുന്നു നമ്മൾ പ്രധാനമായിട്ടും ലീഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതെ സാർ. അപ്പോൾ ഈ സെൽഫ് പ്രിപ്പറേഷനിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് സെൽഫ് പ്രിപ്പയർ ചെയ്താൽ ഉണ്ടാവുമെന്ന് തോന്നിയിരുന്നോ? സെൽഫ് പ്രിപ്പറേഷൻ ഒരു ഇഷ്യൂ സാർ എനിക്ക് തോന്നിയത് നമുക്ക് എപ്പോഴും ഒരു മെൻറ്റർ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും ബെനിഫിഷ്യലാണ്. നമ്മൾക്ക് ഈ പ്രോസസ്സ് കൂടെ പോയിട്ടുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പഠിക്കുന്ന ഒരു പീരീഡിൽ നമ്മൾ കുറേ ഐസൊലേറ്റഡ് ആണ്. നമ്മളുടെ ഒരു ടോപ്പർ വീഡിയോ അങ്ങനെ എന്തോ കണ്ട ഒരു നോളജിന് നമ്മൾ ചെയ്യുന്നത് മേ ബി അത്ര കറക്റ്റ് ആയിരിക്കില്ല. ഞാൻ ടോട്ടലി ഷിഫ്റ്റ് ചെയ്ത് ട്രിവാൻഡ്രത്ത് വന്ന സമയം തൊട്ടിട്ട് എനിക്കൊരു വ്യത്യാസം ഡെഫിനറ്റ്ലി ഉണ്ട്. അത് ഇവിടുത്തെ പ്രിലിംസ് കില്ലർ പ്രോഗ്രാമിലാണ് ഇനീഷ്യലി ഞാൻ ജോയിൻ ചെയ്തത്. അതോടെ തന്നെ റെഗുലർലി നമ്മൾ ടെസ്റ്റ് സീരീസ് എഴുതുന്നു. പിന്നെ അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് മനീഷ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പം ഒന്നിച്ച് ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ്ലി പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതൊക്കെ നമുക്കൊരു പ്രോഗ്രാം ജോയിൻ ചെയ്താൽ കിട്ടും തോന്നുന്നു. അതല്ലാതെ എനിക്ക് അങ്ങനെ കമൻറ്റ് ചെയ്യാൻ വയ്യ സാർ, ബിക്കോസ് അങ്ങനെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്. പ്രിലിംസ് കില്ലർ എങ്ങനെയാണ് ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു? എനിക്ക് തോന്നുന്നു പ്രിലിംസ് കയറിയ അറ്റംപ്റ്റുകളൊക്കെ ഇവിടെ തന്നെ പ്രിലിംസ് കില്ലർ എടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അറ്റംപ്റ്റും പ്രിലിംസ് കില്ലർ ഇവിടെ നിന്നായിരുന്നു ചെയ്തിരുന്നത്. അതെങ്ങനെയാണ് ലക്ഷ്മിപ്രിയയെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? സാർ പ്രിലിംസ് കില്ലറിൽ പ്രൈമറിലി ശരത് സാർ ലീഡ് ചെയ്യുന്ന UPSC ക്ലാസിക്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം, PYQs അനലൈസ് ചെയ്യുന്ന പ്രോഗ്രാം, അത് ഡെഫിനറ്റ്ലി ഞാൻ എല്ലാ പ്രിലിംസിൻ്റെ മുന്നേയും കണ്ടിട്ടുണ്ട്. ക്ലിയർ ചെയ്യാത്ത 2022 പ്രിലിംസിനൊഴികെ ബാക്കി ക്ലിയർ ചെയ്ത എല്ലാ സമയത്തും അത് ഞാൻ കണ്ടിട്ടുണ്ട്. കാണാൻ മാത്രമല്ല അതിനുള്ള സാറ് പറഞ്ഞ ഓരോ ഡിഫറെൻറ്റ് ടെക്നീക്സ് ഒക്കെ മാറി മാറി എഴുതി വെച്ച് ഓരോ ആൻസറും ഞാൻ തന്നെ അനലൈസ് ചെയ്യായിരുന്നു. സാർ ഇപ്പം 2016 തൊട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് അനലൈസ് ചെയ്യുന്നത് വെച്ചാൽ ഐ വെൻറ്റ് ടു 2000s ഓൾസോ. ആ ഒരു പീരീഡിലുള്ള ക്വസ്റ്റ്യൻസിലും ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ എനിക്കത് ഡെഫിനറ്റ്ലി വർക്ക് ചെയ്ത സ്ട്രാറ്റജിയാണ് സാറിൻ്റെ ക്ലാസിക്സ് ഫോളോ ചെയ്യുന്നത്. ഡെഡിക്കേറ്റഡ്ലി ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിനപ്പുറത്തേക്ക് പ്രിലിംസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരുന്നത്? സാർ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഞാൻ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് പ്രിലിംസിന് പ്രിപ്പയർ ചെയ്തിരുന്നത്. ലൈക്ക് ഈവൻ ഫോർ സ്പെക്ട്രം, ലക്ഷ്മികാന്തിൻ്റെ നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാം ഞാൻ ടേബിൾ ഫോമിലാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ലൈക്ക് പ്രസിഡൻറ്റും ഗവർണറും കമ്പയർ ചെയ്തുകൊണ്ടൊരു ടേബിള്, അതുപോലെ പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, അങ്ങനെ ഡിഫറെൻറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അതെല്ലാം പ്രിപ്പയർ ചെയ്ത് എൻ്റെ ഫസ്റ്റ് റീഡിങ് ഓഫ് ലക്ഷ്മികാന്തിൽ തന്നെ എനിക്ക് ഇങ്ങനത്തെ കുറേ നോട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ റിവിഷന് ഞാൻ ഈ നോട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതെൻ്റെ എനിക്കത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈവൻ ഫോർ സ്പെക്ട്രം എനിക്ക് അങ്ങനെ കുറച്ചൊരു ഇയർ വൈസ് ഒരു ക്രൊണോളജിക്കൽ ഓർഡർ ഉണ്ടായിരുന്നു എന്ത് നടന്നു എന്നുള്ളത്. അപ്പം ഒരു ഓവറോൾ ഐഡിയ നമുക്കുണ്ടായിരിക്കും, അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ്ലി സാർ ഇറ്റ്സ് ഓൾ PYQs. എനിക്ക് ലാസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ 1995 തൊട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അത് സോൾവ് ചെയ്യാൻ മാത്രമല്ല അതിലുള്ള എല്ലാ വേർഡ്സിൻ്റെയും ലൈക്ക് മേ ബി ഫസ്റ്റ് പാരഗ്രാഫ് ഇൻ വിക്കിപീഡിയ, എനിക്കറിയാത്ത ഏത് വേർഡ് കണ്ടു കഴിഞ്ഞാലും അതിപ്പം നമ്മളുടെ ഒരു ചെറിയ വേർഡായിരിക്കും. ഇപ്പോൾ സ്പൈരുലീന അങ്ങനത്തെ ഒരു വേർഡ്, അല്ലെ അനബീന, ഇങ്ങനത്തെ വേർഡ്സ് അതിൻ്റെ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് വിക്കിപീഡിയ നോക്കിയിട്ട് അതിൻ്റെ പിക്ചർ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. പ്രിലിംസിന് മോർ ദാൻ ബുക്സ് ഈ ഒരു സ്ട്രാറ്റജിയാണ് സാർ ഫോളോ ചെയ്തത്. ഓക്കെ. അതായത് ബേസ് കണ്ടന്റ് വളരെ കൃത്യതയോടുകൂടി ഓർഗനൈസ് ചെയ്ത് നോട്ടുണ്ടാക്കി കുറച്ചൊക്കെ പുതിയ വാക്കുകളൊക്കെ ഒന്ന് തപ്പി കണ്ടുപിടിച്ച് അറേഞ്ച് ചെയ്യുകയും ചെയ്തതാണ് അതിനകത്തൊരു മെയിനായിട്ടുള്ളത്.
അതോടൊപ്പം തന്നെ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പ്രിലിംസിന് മുമ്പ് സോൾവ് ചെയ്യണമെന്നാണ് ലക്ഷ്യം കരുതുന്നത്? എത്രമാത്രം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം? സർ പേഴ്സണലി ഞാനങ്ങനെ ഒരുപാട് ടെസ്റ്റ്സ് അല്ല ഫോളോ ചെയ്തിട്ടുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആസ് പാസ്റ്റ് ആസ് യു ക്യാൻ ഗോ. ഞാൻ 1995 തൊട്ടിട്ടുള്ളത് പല വർഷങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് റിപ്പീറ്റഡ്ലി നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ടെസ്റ്റ് സീരീസ് ഞാൻ ഈ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോളോ ചെയ്തിരുന്നത്. അതിപ്പോൾ ഒരു എക്സാമിൻ്റെ ഒരു 1 month or 2 months പ്രീവിയസ്ലി തൊട്ടിട്ട് എല്ലാ വീക്കെൻഡ്സും പോയിട്ട് ടെസ്റ്റ് എന്തായാലും അറ്റൻഡ് ചെയ്യും. 2.5 months. അത് ഫസ്റ്റ് അറ്റംപ്റ്റ് പ്രിലിംസ് എഴുതുന്ന ഒരാൾക്ക് അത് ചിലപ്പം ചെയ്യാൻ പറ്റില്ലായിരിക്കും. മേ ബി ദേ നീഡ് മോർ പ്രാക്ടീസ്. പക്ഷേ കഴിഞ്ഞ അറ്റംപ്റ്റ് ആയപ്പോഴേക്കും എൻ്റെ ഒരു എൻ്റെ 4th പ്രിലിംസ് ആയിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 8 ടെസ്റ്റൊക്കെ എഴുതി കാണുള്ളൂ. എല്ലാ സൺഡേസും പോയിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ നല്ലതായിരുന്നു. ശരത് സാറിൻ്റെ കുറേ ടെക്നിക്കുകൾ പഠിച്ചു എന്ന് പറഞ്ഞിരുന്നല്ലോ. അതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയ 1-2 ടെക്നിക്കുകൾ എന്തൊക്കെയാണ്? മോസ്റ്റ് എഫക്റ്റീവ് എനിക്ക് തോന്നിയത് എല്ലാത്തിനും പോസിറ്റീവ് അപ്രോച്ച് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അതായത് UPSC ഒരു ആൻസറിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സെൻറ്റൻസിനെ അവർ നെഗറ്റീവ് ആക്കുന്നത്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ നമ്മൾക്ക് കുറച്ചൊരു കാര്യങ്ങൾ മനസ്സിലാവും. വേറെ എനിക്കങ്ങനെ ടെക്നിക്സിൻ്റെ പേര് കിട്ടുന്നില്ല സാർ. അപ്പോൾ ടെക്നിക്കുകൾ ക്വസ്റ്റ്യൻ സോൾവ് അപ്ലൈ ചെയ്തിട്ടാണ് പഠിച്ചത്? ആ സാർ, അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് തന്നെയാണ് ആ സ്കില്ല് വരുന്നത്. അല്ലാതെ നമ്മളൊരു ക്ലാസ് കേട്ടാൽ പോലും അതങ്ങനെ നാച്ചുറലി വരില്ലായിരിക്കും. നമ്മളത് അപ്ലൈ ചെയ്ത് ഇതേ അപ്രോച്ച് വേറെ ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്ത് നോക്കിയാലേ ഉള്ളൂ കിട്ടുള്ളൂ. പ്രിലിംസിന് എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ബുക്കുകൾ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ എഡ്ജ് കിട്ടാൻ വേണ്ടി ഫോളോ ചെയ്തിട്ടുണ്ടോ? ഇല്ല സാർ, ഞാൻ സ്റ്റാൻഡേർഡ് ബുക്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതും മെറ്റീരിയൽ മാക്സിമം ലിമിറ്റഡ് ആക്കി വെക്കാനാണ് നോക്കിയിട്ടുള്ളത്. കൂടുതൽ റിവിഷൻ ആണ് സാർ ഫോക്കസ് ചെയ്തിരുന്നത്. അതെ, നമുക്ക് മെയിൻസിലേക്ക് വരാം. അപ്പം മെയിൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ആൻസർ റൈറ്റിംഗ് ആണ്. അപ്പം ആൻസർ റൈറ്റിംഗിൽ എനിക്ക് തോന്നുന്നു 2 മെയിൻസ് എഴുതി 3ാമത്തെ മെയിൻസിലാണ് സക്സസ്ഫുൾ ആവുന്നത്. അപ്പം ഈ ഒരു മാറ്റത്തിലൂടെയൊക്കെ പോയി കഴിഞ്ഞപ്പം ആൻസർ റൈറ്റിംഗിൽ എന്താണ് കൂടുതൽ വർക്കാവുന്നതെന്ന് ലക്ഷ്മിപ്രിയക്ക് തോന്നുന്നത്? അല്ലെങ്കിൽ ആൻസർ റൈറ്റിംഗിന് എസെൻഷ്യലി വേണ്ടുന്ന ഒരു 3 കാര്യങ്ങൾ ലക്ഷ്മിപ്രിയയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ആൻസർ റൈറ്റിംഗിൽ ഫസ്റ്റ് തിങ് ഇസ് നമ്മളുടെ ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസർ ആണോ എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അതിനകത്തുള്ള എല്ലാ സബ് പാർട്സും ക്വസ്റ്റ്യൻ്റെ എല്ലാ സബ് പാർട്സും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രൈമറിലി ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ സെക്കൻഡ്ലി നമുക്ക് മാക്സിമം എത്രമാത്രം പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ അതിനെക്കുറിച്ച് അത് അത്രയും നമുക്ക് അഡ്വാൻറ്റേജസ് തന്നെയായിരിക്കും. പിന്നെ ഈ അറ്റംപ്റ്റിൽ ഞാൻ കൂടുതലായിട്ട് വാല്യൂ അഡീഷനിൽ ഒരുപാട് ഫോക്കസ് ചെയ്തായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇൻട്രൊഡക്ഷൻസും കൺക്ലൂഷൻസും എങ്ങനെ കൂടുതൽ ബെറ്ററാക്കി അത് കാണുമ്പോഴേ തന്നെ ഓവറോൾ ഒരു ഐഡിയ കിട്ടുന്ന രീതിയിൽ അതിനെ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നു. കൂടുതൽ എക്സാമ്പിൾസ് പ്രിപ്പയർഡ് ആക്കി വെച്ചിരുന്നു. ഇൻട്രൊഡക്ഷൻസ് കൺക്ലൂഷൻസ് ഇന്ന സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ചാൽ ഈ രീതിയിൽ ഇൻട്രൊഡക്ഷൻ സെറ്റ് ആക്കണം എന്നാണോ കരുതി വെച്ചിരുന്നത്? ഓരോ സബ്ജക്റ്റിനും ഇന്ന ടോപ്പിക്കുകളിൽ ഇന്ന രീതിയിൽ ഇൻട്രൊഡക്ഷൻ എഴുതണം, അത് നേരത്തെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു? സാർ, ഇത്തവണ ഞാൻ ഡെഫിനറ്റ്ലി പ്രിപ്പയർ ചെയ്തിരുന്നു. സിലബസിൽ ഓരോ പോയിന്റിനും പ്രിപ്പയർ ചെയ്തിരുന്നു. ബേസിക്കലി കൺക്ലൂഷൻസ് ഒക്കെ സിലബസിൽ ഓരോ പോയിന്റിന് ഈ ഒരു പോയിന്റിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു പോയിന്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക മെയിൻസിന്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നുള്ളതിനകത്ത് എല്ലാം മാക്സിമം പോയി ഒരു ക്വസ്റ്റ്യനേ ഉണ്ടാവുള്ളൂ മെയിൻസിന് ഫോർ ഇൻ GS2. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ കൺക്ലൂഷൻ ഏത് ലൈൻസിലായിരിക്കണം, അത് ഏത് ടൈപ്പ് ആയിരിക്കണം, ഏതൊരു ആംഗിളിൽ നിന്നാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നത്. അതിൻ്റെ കീവേഡ്സ് മാത്രമേ അൾട്ടിമേറ്റ്ലി മാറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിന് ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് രീതിയിലാവണം എന്നുള്ള ഒരു ഓറിയൻറ്റേഷൻ ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷനെ സംബന്ധിച്ച് ഉണ്ടായി. ഒരു എക്സാമ്പിൾ പറയട്ടെ സാർ. അത് നമ്മളിപ്പോൾ ഒരു ബോഡിയെക്കുറിച്ചാണ്, ഇപ്പോൾ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോഡിയെക്കുറിച്ചാണെങ്കിൽ ലൈക്ക് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു കോട്ട്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കോട്ടല്ല, ബട്ട് I think it was a quote by Dr. B.R. Ambedkar saying that the constitution is only as effective as the people who manage it. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ പ്രസിഡന്റിനെ കുറിച്ചാണെങ്കിലും ഗവർണറിനെ കുറിച്ചാണെങ്കിലും ആരെക്കുറിച്ചാണെങ്കിലും ലൈക്ക് ഇത് തന്നെയാണ് സിമിലർ ആയിട്ട് വരുന്നത്. നമ്മുടെ ഒരു ഓവറോൾ തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ലൈനിലാണ് സാർ ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ മെയിൻസിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്, ഈ കണ്ടന്റ് എങ്ങനെയാണ് അക്യുമുലേറ്റ് ചെയ്തത്? സ്പെഷ്യലായിട്ട് സാർ അതിന് ഞാൻ പല വീഡിയോസിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് സാർ. ഓരോരോ ടോപ്പിക് വൈസ് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ടോപ്പിക് വൈസ് നോട്ട്സ് ഉണ്ടായിരുന്നു, അത് റിവിഷൻ ചെയ്യാം. പിന്നെ അതിലോട്ട് വാല്യൂ അഡീഷൻസ് മാത്രം എക്സ്ട്രാ ആഡ് ചെയ്യുന്നൊരു അപ്രോച്ച്. ഇപ്പം സിലബസ് വൈസ് ആയിട്ടുള്ള കുറേ നോട്ട് ഉണ്ടാക്കി വെച്ചിരുന്നു പ്രിപ്പറേഷൻ ത്രൂ ഔട്ട്. ആൻഡ് പിന്നെ നമ്മൾ മെയിൻസിൻ്റെ സമയമാകുമ്പോഴേക്കും ഈ പറയുന്ന നോട്ടുകളൊക്കെ റിവിഷൻ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ പിന്നെയും എന്തെങ്കിലും ഷോർട്ട് നോട്ട്സ് പിന്നെയും
ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ക്രിസ്പാക്കി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്, അതോ ബെയർ നോട്ട് തന്നെയാണ് നമ്മൾ പിന്നെയും പിന്നെയും റിവിഷൻ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ പിന്നെ നോട്ട്സ് ഉണ്ടാക്കിയിട്ടില്ല സർ. ആകെ ലാസ്റ്റ് നമുക്കൊരു ഓർമ്മ കിട്ടാത്ത പോലത്തെ ഡേറ്റ, ഫാക്റ്റ്, എക്സാമ്പിൾസ് അതിൻ്റെ മാത്രമേ എനിക്കൊരു നോട്ട്സ് ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ ഫസ്റ്റ് ഉണ്ടാക്കിയ നോട്ട്സ് തന്നെയാണ്. അത് റിവിഷൻ ചെയ്ത് നമ്മൾ കുറേ ടൈംസ് റിവിഷൻ ചെയ്യുമ്പോൾ നമുക്കതിലൊരു ഗ്രാസ്പ് വരുമല്ലോ. നമുക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിലേക്ക് വരാം. ഇൻ്റർവ്യൂവിന് എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ ഓറിയൻറ്റ് ചെയ്തിരുന്നത്? എന്തായിരുന്നു സ്ട്രാറ്റജി? ഇൻ്റർവ്യൂവിന് എൻ്റെ സ്ട്രാറ്റജി മോസ്റ്റ്ലി തറോലി ത്രൂ മോക്ക് ഇൻ്റർവ്യൂസ് ആയിരുന്നു സർ. 1-on-1s മോക്ക് ഇൻ്റർവ്യൂസും ഞാൻ ഓൾമോസ്റ്റ് ഒരു അറൗണ്ട് 30 ഓവറോൾ എടുത്ത് കാണും. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ലേറ്റ് ആയിട്ടായിരുന്നു ഇൻ്റർവ്യൂ. March 18th അപ്പം റിസൾട്ട് വന്നിട്ട് ഓൾമോസ്റ്റ് 3 months എനിക്ക് ടോട്ടലി ഉണ്ടായിരുന്നു. മാർക്സ് ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും പോയിട്ട് അറ്റൻഡ് ചെയ്തു. ഡൽഹിയിൽ പോയിട്ടും ഒരു 8 to 9 മാർക്സ് അറ്റൻഡ് ചെയ്തു. അതൊക്കെ യൂസ്ഫുൾ ആയിരുന്നു സർ. ഓക്കെ, കംപ്ലീറ്റ്ലി മോക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു സർ. ആയിരുന്നു സർ. മോക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ചോദ്യങ്ങൾ എഴുതി വെക്കുമോ? വീഡിയോസ് മോസ്റ്റ്ലി ഷെയർ ചെയ്യാറുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ അതിനകത്തുള്ളത് പ്രിപ്പയർ ചെയ്യും. അതല്ലാതെ സർ ഡാഫ് വളരെ തറോലി പ്രിപ്പയർ ചെയ്തായിരുന്നു. എൻ്റെ ഡാഫിനകത്തുള്ള പോയിൻറ്റ്സിന് എല്ലാത്തിനും തന്നെ എനിക്ക് നോട്ട്സ് ഉണ്ടായിരുന്നു. ഇൻ ഡെപ്ത് നോട്ട്സ് ഉണ്ടായിരുന്നു. ഈ രീതിയിൽ വരാം, ഈ രീതിയിൽ വരാം എന്നുള്ള രീതിയിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്തിരുന്നു. ഇൻ്റർവ്യൂവിന് എന്തൊക്കെയാണ് അവർ ചോദിച്ചത്? എനിക്ക് സുമൻ ശർമ്മ മാമിൻ്റെ ബോർഡായിരുന്നു. താങ്ക്ഫുള്ളി എനിക്ക് 198 മാർക്സ് ഉണ്ട് ഇൻ്റർവ്യൂവിൽ. മാം സ്റ്റാർട്ട് ചെയ്ത ക്വസ്റ്റ്യൻ എനിക്ക് ജോഗിങ് ഒരു ഹോബിയായിട്ട് വെച്ചതുകൊണ്ട് വാട്ട് ഈസ് ദിസ് 10K മൂവ്മെൻറ്റ് എന്ന് ചോദിച്ചു. അത് 10K സ്റ്റെപ്സ്, അതെന്തിനായി 10K സ്റ്റെപ്സ്, വൈ കാണ്ട് യു ഡു 15K, അങ്ങനെയുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് കൃത്യമായിട്ട് ആൻസർ ഒന്നും അറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിന്. അതറിയില്ല എന്ന് തന്നെ അഡ്മിറ്റ് ചെയ്തു. പിന്നെ അതുപോലെ പിന്നെ മാമിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ജനറൽ ആയിരുന്നു. വാട്ടർ ഡിസ്പ്യൂട്ട്സ് എന്താണ്, വാട്ടർ ട്രേഡിംഗ് നല്ലതാണോ. അതുപോലെ ബാക്കി പാനൽ മെമ്പേഴ്സ് അധികം എനിക്ക് എൻ്റെ ഡാഫ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. മലയാളം ലിറ്ററേച്ചർ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓഷൻ എഞ്ചിനീയറിംഗ്, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് തോന്നുന്നു കണ്ടൻറ്റിൻ്റെ ഒരു ഗെയിമാണോ അതോ ആക്ച്വലി പ്രസൻറ്റേഷൻ്റെ ഒരു കാര്യമാണോ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്? സർ നമ്മൾക്ക് എനിക്ക് തോന്നിയിട്ട് അതൊരു കോൺഫിഡൻസിൻ്റെ ഒരു ഗെയിമാണ്. പക്ഷെ നമ്മൾക്ക് കോൺഫിഡൻസ് വരുന്നത് നമ്മുടെ കണ്ടൻറ്റിൽ നിന്നാണ്. അപ്പം പ്രിപ്പയർ ചെയ്ത ലൈക്ക് ഐഡിയാസിനെ കുറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പം നമ്മൾ കൂടുതൽ ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പ്രിപ്പറേഷൻ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യണം. ഡാഫ് എന്തായാലും തറോലി ചെയ്യണം. കറണ്ട് അഫെയർസ് ടോപ്പിക്സും നമ്മൾ തറോലി ചെയ്യണം. കാരണം ക്വസ്റ്റ്യൻസ് എന്ത് വേണമെങ്കിലും വരാം. ബാക്കി എനിക്ക് തോന്നുന്നു അവർക്ക് എത്രമാത്രം നമ്മൾ ജെനുവിനായിട്ട് തോന്നുന്നു. കാരണം ആളുകൾ പറയും അവരുടെ ഒരു ഓണസ്റ്റി, അതൊക്കെ അവർ എങ്ങനെയോ ജഡ്ജ് ചെയ്യുന്നുണ്ടെന്ന് നമ്മുടെ ചില ക്വസ്റ്റ്യൻസിലെങ്കിലും. അവിടെ ഒന്നും തീരെ ഫോൾട്ടർ ചെയ്യരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയാത്തത് അഡ്മിറ്റ് ചെയ്യുക, പിന്നെ അങ്ങനത്തെ. ഓക്കെ, നമുക്ക് പ്രിപ്പറേഷൻ്റെ മറ്റ് പല ആസ്പെക്റ്റിലേക്ക് ഇവിടെ വരാം. ഈ പ്രിപ്പറേഷനിലെ ന്യൂസ് പേപ്പർ റീഡിങ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു? സർ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം ഇനീഷ്യലി എനിക്ക് ആ ഒരു ഹാബിറ്റ് ഇല്ലായിരുന്നു. ഞാൻ ഇനീഷ്യൽ എൻ്റെ സൈക്കിൾസിലൊക്കെ ഞാൻ കമ്പൈലേഷൻസൊക്കെ എടുത്ത് വായിച്ച് പഠിച്ച് അങ്ങനെ ഒരാളായിരുന്നു. ബട്ട് 2023 സ്റ്റാർട്ടിങ് തൊട്ടിട്ട് തന്നെ ഞാൻ തറോലി ന്യൂസ് പേപ്പർ ഹിന്ദു ആണ് ഫോളോ ചെയ്തിരുന്നത്. അത് വായിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് കറണ്ട് അഫെയർസ് ഐറ്റംസ് അറിയാം എന്നുള്ള കാര്യത്തിൽ. പിന്നെ അതിൻ്റെ ശേഷം എനിക്കങ്ങനെ കമ്പൈലേഷൻസ്, ഞാൻ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള കമ്പൈലേഷൻ ആതിഷ് മാത്തൂർ സാർ ഇറക്കുന്ന ഒരു 3 page 4 page പെർ സബ്ജക്റ്റ്, അത്ര ചെറിയൊരു കമ്പൈലേഷൻ മാത്രമേ ഞാൻ പ്രിലിംസിനൊക്കെ മുന്നേ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കറണ്ട് അഫെയർസ് പ്രിപ്പറേഷൻ അങ്ങനെയായിരുന്നു. കാരണം ന്യൂസ് പേപ്പറിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതെനിക്ക് ഇൻ്റർവ്യൂ സ്റ്റേജ് വരെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നോട്ടിലേക്ക് ആഡ് ഓൺ ചെയ്തു പോകും, അതാണോ ചെയ്തോണ്ടിരുന്നത്? സാർ അത്രയും ഞാൻ ന്യൂസ് പേപ്പറിൽ നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളുടെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഡെയിലി ന്യൂസ് പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് തരുമല്ലോ. അത് ഓൾമോസ്റ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ആ ടോപ്പിക്സ് വായിക്കുക. പിന്നെ എനിക്ക് ആക്ച്വലി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു ഇമേജ് എടുത്തിട്ട് ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഞാൻ കണ്ടിന്യൂസ്ലി ആഡ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഞാൻ എനി ടൈം ഇഫ് ഐ സെർച്ച് അബൌട്ട് മലേറിയയെക്കുറിച്ച് എപ്പോഴെങ്കിലും എനിക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോട്ട് ചെയ്യണം എന്നുള്ളതെല്ലാം എൻ്റെ ആ ടെലിഗ്രാം ചാനലിൽ കാണുമായിരുന്നു. അങ്ങനത്തെ ഒരു കമ്പൈലേഷൻ ഉണ്ടായിരുന്നു. അതല്ലാതെ സെപ്പറേറ്റ് നോട്ട്സ് അല്ല. ഓക്കെ, ഇപ്പോൾ ആദ്യം ഉണ്ടാക്കിയിരുന്ന നോട്ടുകൾ ഡിജിറ്റലായിരുന്നോ അതോ റിട്ടേൺ നോട്ട്സ് ആണോ കൂടുതലും ചെയ്തിരുന്നത്? ഫ്രം മെയിൻസ് പെർസ്പെക്റ്റീവ് റിട്ടേൺ നോട്ട്സ് തന്നെയായിരുന്നു സാർ. കറണ്ട് അഫെയർസ് മാത്രം ഞാൻ ഇതുപോലെ ടെലിഗ്രാമിൽ, അതും അധികം ഇമേജസ് ആണ്. കാരണം എനിക്ക് ഇമേജ് കണ്ടാലാണ് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട്
അതെ. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയുടെ ഒരു യൂസേജ്. അപ്പം സിവിൽ സർവീസിൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ സമയത്ത് സോഷ്യൽ മീഡിയ എങ്ങനെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? കംപ്ലീറ്റ്ലി ഒരു നോ ആയിരുന്നോ? അതോ ഒരു കൃത്യമായ ഒരു ടൈം ഇൻ്റർവെല്ലിൽ സോഷ്യൽ മീഡിയ നോക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു? ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിരുന്നില്ല സർ. വാട്സാപ്പ് തന്നെ എൻ്റെ ആ നമ്പർ ആർക്കും അറിയാത്തൊരു നമ്പറിലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഓക്കെ. അതുകൊണ്ട് ക്ലോസ് ഫാമിലി ആൻഡ് ക്ലോസ് ഫ്രണ്ട്സ് മാത്രമുള്ള. കോളേജിൽ പഠിക്കുമ്പോഴും അങ്ങനെയായിരുന്നു, അതോ പ്രിപ്പറേഷൻ്റെ സമയത്ത് വന്നപ്പോൾ ഇതിങ്ങനെ ലിമിറ്റഡ് ആക്കിയതാണോ? കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ അത്ര ആക്റ്റീവ് അല്ല, പക്ഷെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ എന്താണ് പ്രധാനമായിട്ട് ഒരു ടൈം കില്ലിങ് ഒരു ഹോബി എന്ന് പറയാൻ എന്താ ഉള്ളത്? സർ എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ജോഗിങ് എനിക്ക് ഡെയിലി ഞാൻ അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ക്ലാസിക്കൽ മ്യൂസിക് എനിക്ക് അങ്ങനെ റെഗുലർലി ഒന്നും ചെയ്തിരുന്നില്ല, ബട്ട് ജോഗിങ് എൻ്റെ ഒരു ഹാസ് പാർട്ട് ഓഫ് മൈ ലൈഫ് സ്റ്റൈൽ. ChatGPT അതോടൊപ്പം തന്നെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ എനിക്ക് തോന്നുന്നു അത് ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ട് പാസ് ഔട്ട് ആകുന്ന ആദ്യത്തെ ബാച്ച് കൂടിയാണ് നിങ്ങളുടേത്. അപ്പോൾ അതെങ്ങനെയാണ് പഠനത്തെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? അത് ഉപയോഗിച്ചിട്ടുണ്ടോ? യൂസ് ചെയ്തിട്ടുണ്ട് സർ. എനിക്കത് ഇൻ്റർവ്യൂ സ്റ്റേജിൽ ഡെഫിനറ്റ്ലി ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ വാട്ട് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ് ഫ്രം നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷൻ എഞ്ചിനീയറിംഗ് അങ്ങനെ ഒരു തീം കൊടുത്തിട്ട് ഒരു മേ ബി ഒരു 30 ക്വസ്റ്റ്യൻസ് വരുന്നു. അതിൻ്റെ ആൻസേഴ്സ് ഞാൻ വിത്ത് ആൻസേഴ്സ് മേ ബി ഇനീഷ്യലി ചോദിക്കുന്നു, എന്നിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഫോർ ഇൻ്റർവ്യൂ. മെയിൻസിന് ആസ് ഐ ടോൾഡ് എനിക്ക് ഓൾറെഡി ഒരു നോട്ട്സ് ഉണ്ടായിരുന്നു, അതിന് റിവിഷൻ ചെയ്യാനാണ് കൂടുതൽ നോക്കുന്നത്. ChatGPT അധികം യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ. അതോടൊപ്പം തന്നെ സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ എല്ലാവർക്കും പൊതുവിലുള്ളൊരു ധാരണ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈമിൽ നടക്കുന്ന എഫേർട്ടിൻ്റെ റിസൾട്ടാണ് റാങ്ക് എന്നുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ആ പ്രിപ്പറേഷൻ്റെ സക്സസ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം ലക്ഷ്മിപ്രിയ ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ അങ്ങനെ സ്കൂളിലും കോളേജിലും ഉണ്ടായിരുന്ന എന്തെങ്കിലും ഹാബിറ്റ്സ്, എന്തെങ്കിലും സ്കിൽ സെറ്റ് അത് പിന്നീട് പ്രിപ്പറേഷനിൽ യൂസ്ഫുൾ ആയിട്ട് വന്നായിട്ട് തോന്നുന്നുണ്ടോ? സർ ഡെഫിനറ്റ്ലി. കാരണം മലയാളം ലിറ്ററേച്ചർ ഞാൻ ഓപ്ഷണൽ ചൂസ് ചെയ്യുന്നത് തന്നെ എൻ്റെ UP ക്ലാസ്സസിലുള്ള ചില ടീച്ചേഴ്സിൻ്റെ ഒരു റോൾ ഡെഫിനറ്റ്ലി അതിലുണ്ട്. അവർ വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള മിസ് മേരി മിസ്, ബബിത മിസ്, ജിഷ മിസ്, അങ്ങനെ ഒരു കുറച്ച് ടീച്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു UP ക്ലാസ്സസിൽ പഠിപ്പിച്ച്. അവരുടെ ഒരു എപ്പോഴും ഞാൻ അവർ ഓർക്കാറുണ്ടായിരുന്നു ഞാൻ മലയാളം എടുത്ത സമയത്ത്. അതുപോലെ എനിക്ക് തോന്നുന്നു റൈറ്റിംഗ്, എൻ്റെ എസ്സേ റൈറ്റിംഗ് എൻ്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തവണത്തെ മാർക്ക് വന്നാലേ അറിയുള്ളൂ ഇത്തവണ എങ്ങനെയുണ്ടെന്ന്. ബട്ട് ഐ തിങ്ക് അതൊരു ഓവർ ദ ടൈം അക്യുമുലേറ്റ് ചെയ്തൊരു കാര്യമായിരിക്കണം. ലൈക്ക് ഒരു വൺ ഡേ ട്രാൻസ്ഫർമേഷൻ അല്ല അതിലൊന്നും ഉള്ളത്. ഓക്കെ. എസ്സേയുടെ കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ്, എസ്സേ പ്രിപ്പറേഷൻ സ്പെഷ്യലായിട്ട് ചെയ്തിരുന്നു? എസ്സേ സ്പെഷ്യലായിട്ട് ചെയ്തിരുന്നു സർ. അതിന് റൈറ്റ് ചെയ്യേണ്ട ആനെക്ഡോട്ട്സ് അതൊക്കെ സ്പെഷ്യലായിട്ട് എപ്പോഴും പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. അതിന് ഞാൻ ഒരുപാട് ടൈമൊന്നും വെച്ചിരുന്നില്ല. മേ ബി വളരെയധികം എനിക്ക് നല്ലൊരു പ്ലെസൻ്റ് ആയിട്ടുള്ളൊരു ഡേ ചൂസ് ചെയ്തിട്ട് അന്ന് രാവിലെ തൊട്ടിരുന്ന് ഒരു രാത്രി വരെ എല്ലാ നല്ല കാര്യങ്ങളും ആലോചിച്ചിട്ട് എഴുതി വെക്കുന്നൊരു ലിസ്റ്റായിരിക്കും സാറ്. അതായത് നല്ല കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് എഴുതാൻ നമുക്ക് എപ്പോഴും അറിയുന്ന സ്റ്റോറീസ് തന്നെ, പക്ഷേ അതിനെ ഒരു ബ്യൂട്ടിഫുൾ ലാംഗ്വേജിൽ എഴുതി വെക്കും. ഫോർ എക്സാമ്പിൾ ആർക്കിമിഡീസിൻ്റെ യുറേക്ക സ്റ്റോറി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു സ്റ്റോറിയാണ്, പക്ഷേ അതിന് ഒരു യുണീക്ക് വേയിൽ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ എഴുതി വെക്കുന്നു, ഒരു 1 ലൈൻ സെൻറ്റൻസ് ആയിട്ട്. അതുപോലെ വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ സ്റ്റാറി നൈറ്റ് എന്ന് പറഞ്ഞ പെയിൻറ്റിങ്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ അതിൽ നിന്ന് എനിക്ക് എന്താ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയെന്നുള്ളത് ഞാൻ എഴുതി വെക്കുമായിരുന്നു. ഇങ്ങനെ ഒരു കമ്പൈലേഷൻ എനിക്കുണ്ടായിരുന്നു എസ്സേക്ക്. ഓക്കെ. അതോടൊപ്പം തന്നെ ഈ പ്രിപ്പറേഷനിൽ ലെക്കിൻ്റെ ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഈ സക്സസ്സിൽ ലെക്കിന് എത്ര പെർസെൻറ്റേജ് ആട്രിബ്യൂട്ട് ചെയ്യും? സാർ അങ്ങനൊരു പെർസെൻറ്റേജ് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഡെഫിനറ്റ്ലി റോളുണ്ട്. കാരണം നമ്മൾക്ക് ഈ എക്സാമ്പിൾ എവിടെയെങ്കിലും ഈവൻ വെൻ ദ ഫൈനൽ PDF വരുമ്പോൾ പോലും എവിടെയെങ്കിലും ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ അല്ലാതെ ഏത് റാങ്ക് അതൊന്നും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അതിന് ഡെഫിനറ്റ്ലി ലക്കോ ദൈവാനുഗ്രഹമോ എന്തായാലും ഉണ്ടെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നുണ്ട് സർ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് സപ്പോർട്ട്. ലക്ഷ്മിപ്രിയയുടെ സപ്പോർട്ട് എവിടെ നിന്നായിരുന്നു പ്രധാനമായിട്ട്? സാർ എൻ്റെത് പ്രൈമറിലി അമ്മയും അച്ഛനും തന്നെയാണ്. കാരണം ലൈക്ക് ഒരു ബിയോണ്ട് എ സർട്ടൻ ഏജ് നമ്മൾക്ക് ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു 1 or 2 ഇയേഴ്സ് എല്ലാ ഫാമിലീസിലും ഓക്കെ ആയിരിക്കും, പക്ഷെ അത് 3rd ഇയർ 4th ഇയർ അല്ലെ ഈവൻ ഒരു 5th ഇയറിലോട്ട് പോകുമ്പോൾ അതില്ലാതെ ചെയ്യാൻ പറ്റില്ല. അതുപോലെ എൻ്റെ അനിയനും എനിക്ക് എല്ലാ രീതിയിലും സപ്പോർട്ടിനേക്കാളും കൂടുതൽ എനിക്കൊരു ടെൻഷൻ ആകുമ്പോൾ ഞാൻ ഫസ്റ്റ് വിളിക്കുന്നത് എൻ്റെ അനിയനെ ആയിരിക്കും. അതൊരു സപ്പോർട്ടാണ്. അതുകൂടാതെ ഞാൻ ഈ ജേർണിയിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സ് ഗ്രൂപ്പിന് ഞാൻ ഈ തവണത്തെ ഒരു അറ്റംപ്റ്റ് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പോയി എഴുതിയെന്ന് വിശ്വസിക്കുന്നതിന് ഞാനൊരു ക്ലോസ് ഫ്രണ്ടിൻ്റെ കൂടെ താമസിച്ചിരുന്നത്. അപ്പം ഞാനൊരു
അത്ര ഒരു മെൻ്റലി ഒരു പ്രഷറൈസ് സിറ്റുവേഷനിലായിരുന്നില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് സുമിത് എന്ന് പറഞ്ഞിട്ട് അവർ ഓൾറെഡി IPSൽ കയറിയിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് അങ്ങനെ ആളുകൾ അറിയുന്നത് ഒരു വലിയ ഭാഗ്യമായിരുന്നു. ഈ ഒരു 5 വർഷത്തെ ഒരു ജേർണി, ആ ജേർണിയിൽ എവിടെയെങ്കിലും ഒരു മെൻ്റലി ഡ്രെയിൻഡായി പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു? ഇവർ സപ്പോർട്ട് ചെയ്തു എങ്കിൽ പോലും ആ ഒരു മെൻ്റൽ പ്രഷറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തിരുന്നത്? തീർച്ചയായും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് സർ. 2021 ഞാൻ മെയിൻസ് എഴുതാൻ പോകുന്നതിന് തൊട്ട് മുന്നേ എനിക്കൊരു സർജറി കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 2 വീക്സ് വളരെ ഫുള്ളി ഡൗൺ ആയിട്ട് നിന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് വീക്ക് എനിക്ക് എക്സാമിന് പോകണമായിരുന്നു. എക്സാമിന് പോയത് തന്നെ ആകെ ഒട്ടും വയ്യാതെയാണ്. അത് ആ എക്സാമിലും റിഫ്ലക്റ്റ് ആവും. അതുപോലെ 2023 എനിക്ക് പേഴ്സണലി ഒരു മോശം സ്പേസിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അപ്പം നമ്മൾ പ്രിപ്പറേഷൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വാല്യുവേഷൻ ഒന്നും ഉള്ളൊരു മൈൻഡ് സ്പേസേ ആയിരുന്നില്ല. ഞാൻ ആ എക്സാമിന് ഒരു ഔട്ട് ഓഫ് പ്രഷർ എഴുതിയതുപോലെയാണ് സർ തോന്നിയിരുന്നത്. അപ്പം അതിനകത്ത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫാക്ട് സ്റ്റാർട്ടിങ് ഓഫ് 2024 ഞാൻ ഒരു പ്രൊഫസർ കൗൺസിലറിൻ്റെ അടുത്ത് പോയിരുന്നു. എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ. അത് ബാംഗ്ലൂരിൽ എനിക്ക് മുന്നേ അറിയാവുന്ന ഒരു കൗൺസിലറിൻ്റെ അടുത്താണ് ഞാൻ പോയിരുന്നത്. അവിടെ പോയി പക്ഷേ 2 സെഷൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ റെഡിയായി. കാരണം എനിക്ക് തോന്നുന്നു അൾട്ടിമേറ്റ്ലി വി ഓൺലി വോണ്ട് ടു മേ ബി ഓപ്പൺ അപ്പ് അബൌട്ട് ഓൾ ആർ ഇഷ്യൂസ്. പിന്നെ അത് കേൾക്കാനും അത് മേ ബി നമുക്ക് എല്ലാവരുടെ അടുത്തും പറയാനും പറ്റില്ല. കാരണം നമ്മുടെ ക്ലോസ് സ്ഫിയേഴ്സിലുള്ള ആളുകളൊക്കെ നമ്മളെപ്പോലെ തന്നെ എക്സാമിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളാണ്, പേരൻസ് ആണെങ്കിലും ഒക്കെ. അപ്പം വീട്ടിൽ അറിഞ്ഞുകൊണ്ടാണ് കൗൺസിലിങ്ങിന് പോയത്. ഓക്കെ, അതോടെ തന്നെ എനിക്ക് ലക്ഷ്യപ്രിയ പറഞ്ഞിരുന്നു തോന്നുന്നു വളരെ റിലാക്സ്ഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു അറ്റംപ്റ്റ് ആയിരുന്നു ഇത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അതും വളരെ സക്സസ്ഫുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി സർ. നമ്മുടെ ഇവിടെ പ്രിലിംസ് എക്സാം അടുത്ത് വരികയാണ്, 1 മാസം കൂടെ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പ്രിലിംസിന് സ്ട്രെസ്ഡ് ആയിരുന്നു പഠിക്കുന്ന ആൾക്കാരോട് എന്താ ഈ ഒരു 1 മന്തിൽ എന്തൊക്കെ ചെയ്യണം എന്നാണ് ലക്ഷ്യപ്രിയയുടെ ഒരു അഡ്വൈസ്? 1 മന്തിൽ ഒരു എക്സാം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ടു റിലൈ കംപ്ലീറ്റ്ലി ഓൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അതല്ലാതെ വേറൊരു മെറ്റീരിയലും നമ്മളിപ്പോൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക, അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് നമുക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ലോജിക് അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും മെൻറ്റേഴ്സിനോട് ചോദിക്കുക. അതല്ലാതെ പിന്നെ അതിനകത്ത് വന്ന് റിപ്പീറ്റഡ്ലി വരുന്ന തീംസ് മേ ബി റിവൈസ് ഫ്രം ദ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ്. പുതിയ ഒരു മെറ്റീരിയലും എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു സജഷൻ. ഓക്കെ, അതുപോലെ തന്നെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ദേ ജസ്റ്റ് വാണ്ട് ടു എൻ്റർ ഇൻ ടു ദിസ് പ്രിപ്പറേഷൻ. അപ്പം ലക്ഷ്യപ്രിയയുടെ ഈ എൻ്റയർ ജേർണിയിൽ നിന്ന് ലക്ഷ്യപ്രിയയ്ക്ക് അവരോട് എന്താ പറയാനുള്ളത്? ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ആഗ്രഹം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തായാലും പെർസ്യൂ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെ ചില ആളുകൾ കുറച്ച് ട്രൈ ചെയ്തിട്ടില്ല എന്നൊക്കെ അവർ റിഗ്രറ്റ് ചെയ്യുന്നതായിട്ട് എനിക്കറിയാം. അപ്പം ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ട്രൈ ചെയ്യണം. കാരണം എനിക്ക് തോന്നുന്നു മേ ബി ഇറ്റ്സ് ഓൾ വർത്ത് ഇറ്റ്. അങ്ങനെ തന്നെ എനിക്കിപ്പോൾ തോന്നുന്നത്. മേ ബി അത് ക്ലിയർ ചെയ്തൊരു പോയിന്റ് എന്ന് പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഒരു 1 വീക്ക് ബിഫോർ ഞാൻ ആകെ ഡ്രെയിൻഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മേ ബി ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നുണ്ടാവില്ല. ബട്ട് ഐ തിങ്ക് വി ഷുഡ് ഓൾ ട്രൈ. ജസ്റ്റ് ഔട്ട് ഓഫ് മൈ ക്യൂരിയോസിറ്റി, ലക്ഷ്യപ്രിയ ഓരോ തവണയും ഓരോ സെറ്റ് ബാക്ക് ഉണ്ടാകുമ്പോഴും നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആവും. ഇതിട്ടിട്ട് പോകാമെന്ന് പലർക്കും തോന്നും. പക്ഷേ പലരും വിട്ടിട്ട് പോവുകയും ചെയ്യും. പക്ഷേ ലക്ഷ്യപ്രിയ അത് കണ്ടിന്യൂ ചെയ്തു. അപ്പം അപ്പോഴുള്ള മൈൻഡ് സെറ്റ് എന്താ? ഓരോ തവണ പരാജയം നേരിടുമ്പോഴും വീണ്ടും ഇതൊന്നും കൂടെ ചെയ്യണം എന്ന് ലക്ഷ്യപ്രിയ തോന്നിപ്പിച്ചിട്ടുണ്ടായിരുന്ന തോട്ട് പ്രോസസ്സ് ഉണ്ടാവും? സർ, നമ്മുടെ എല്ലാവരുടെയും ഒരു സക്സസിൻ്റെ പുറകിലൊരു എഫേർട്ട് എന്തായാലും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഒരു കാര്യം എനിക്ക് കൃത്യമായിട്ട് അത് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള എഫേർട്ട് ഞാൻ ഇടണമെന്ന് എനിക്ക് എപ്പോഴും ഒരു ബോധ്യം ഉണ്ടായിരുന്നു. പിന്നെ അതൊരു പ്രൈമറി ഫാക്ടറായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം വളരെ സ്ട്രോങ് ആയിരുന്നു. ഇപ്പം ഞാൻ അമ്മയോട് ഒരു കാര്യം പറഞ്ഞാൽ തന്നെ അമ്മ നിനക്കത് ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യണം എന്നുള്ളൊരു സപ്പോർട്ടാണ് എനിക്ക് വീട്ടിൽ നിന്നുള്ളത്. ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം തന്നെയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പരാജയപ്പെട്ട് പോകുമ്പോഴൊക്കെയും അച്ഛനും അമ്മയും ഒരിക്കൽ പോലും വേറൊരു ഓപ്ഷൻ സജസ്റ്റ് ചെയ്തിട്ടില്ല? സജസ്റ്റ് ചെയ്തിട്ടുണ്ട് സർ. പക്ഷെ അത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്, വേണോ ലച്ചു, നിനക്ക് ഇനി ജോബ് വേണമെങ്കിൽ ചെയ്യാമല്ലോ, കാരണം ഞാൻ 3 years വർക്ക് ചെയ്തതാണ്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതല്ല, എനിക്കിത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുമ്പോൾ അവർ കൂടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒത്തിരി അഭിമാനമുള്ള ഒരു വിജയം. എനിക്ക് ലക്ഷ്യപ്രിയയുടെ ഒരു വിജയത്തിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എനിക്ക് നേരത്തെ പരിചയമുള്ള ഓരോ കുട്ടികളും കയറി പോകുമ്പം സന്തോഷമാണ്. കാരണം 2021 എനിക്ക് 4 വർഷം മുമ്പ്
കണ്ടപ്പം എനിക്കറിയാം പെർഫോമൻസ് അനുസരിച്ച് ലക്ഷ്മിപ്രിയ അന്ന് തന്നെ കയറി പോകേണ്ടുന്ന ഒരാളായിട്ട് നമ്മൾ കരുതിയ ഒരാളാണ്. പക്ഷേ എന്തുകൊണ്ടോ കുറച്ച് നീണ്ടു പോയതേ ഉള്ളൂ. പക്ഷേ ഫൈനലി യു ആർ ദർ. അപ്പോൾ ഒത്തിരി സന്തോഷം ആൻഡ് കൺഗ്രാജുലേഷൻസ്. ആൻഡ് നാടിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യം വികസിത രാജ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇതിനെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓഫീസറായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. Lead IAS, #1 IAS Academy in Kerala.